ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. മിക്കവർക്കും അറിയാവുന്നതാണ്, പക്ഷേ അവയൊന്നും ആളുകൾ നടപ്പാക്കാറില്ല. ഒരു ജീവിതത്തിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ഒരു സമ്പാദ്യ ശീലം അല്ലെങ്കിൽ സമ്പാദ്യ പദ്ധതികളിൽ ചേരുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ വളരും തോറും അതും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പം ചെറുപ്പകാലം മുതൽ നമ്മൾ നല്ലൊരു സമ്പാദ്യശീലം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേസിക് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഈ ഫിനാൻഷ്യൽ അച്ചടക്കം അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം നമ്മൾ പരിശീലിക്കുക? കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതായത് സേവിങ്സ്, 1 രൂപയെങ്കിൽ 1 രൂപ അവരൊരു കുടുക്ക വാങ്ങി അതിലിട്ട് വെക്കട്ടെ. അത് ഒരു രീതിയിൽ കാണിക്കാം. രണ്ടാമത്, അവരെ കൂടെ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടപെടുത്തുക. അവരറിയണം എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിൽ ചിലവാകും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അനാവശ്യമായ ചിലവുകൾ. ഇതൊക്കെ കുട്ടികളും കൂടി അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അപ്പോൾ അവരെ കൂടെ കൂട്ടുക. വാങ്ങിക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത്, അതിന് എത്ര എക്സ്പെൻസായി, ഇതൊക്കെ അവരും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ പണത്തെക്കുറിച്ചും അതിൻ്റെ വിനിമയത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കിയെങ്കിൽ ഫ്യൂച്ചറിൽ അവർ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ജ്ഞാനമുള്ള വ്യക്തികളായിട്ട് വളർന്നു വരത്തുള്ളൂ. കുറച്ച് പ്രായമായി ഒരു 10 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേന് പതുക്കെ അവരെ ഷെയർ മാർക്കറ്റിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ചെറിയ ചെറിയ സേവിങ്സ് അക്കൗണ്ടുകൾ അവർക്ക് തുടങ്ങി കൊടുക്കുക. എന്നിട്ട് അതിലൊരു മാസം ഒരു ചെറിയ എമൗണ്ട് അവരെ കൊണ്ട് തന്നെ അതിൽ നിക്ഷേപിക്കുക. അങ്ങനെ അവർക്ക് ഒരു സമ്പാദ്യശീലം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങടാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. കാരണം ഇന്ന് നമ്മൾ സേവിങ്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അവർക്ക് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാക്കിയാൽ അവർ ഫ്യൂച്ചറിൽ നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും, വലിയ വലിയ ബിസിനസ്സുകാരായിട്ട് മാറും. അപ്പം ഈ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ സാധാരണയായിട്ട് നമ്മുടെ ഈ സാമ്പത്തിക വിനിമയത്തിലൊന്നും പങ്കെടുപ്പിക്കാറില്ല. ആ ഒരു പ്രവണത മാറണം. അവരും അറിയണം ഇതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ കുറച്ച് പ്രായമാകുമ്പോഴത്തേനും, ഒരു 10-15 വയസ്സാകുമ്പോഴത്തേനും അവർക്ക് ബിസിനസ്സുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരും ഏൺ ചെയ്യട്ടെ, അവരും ചെറുതായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങട്ടെ. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അതിനെക്കുറിച്ചൊക്കെ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ തുറന്നു കൊടുക്കുക. അപ്പോൾ അതുവഴിയൊക്കെ അവർ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പണം ഇടപാടുകൾ നടത്താനുള്ളൊരു കഴിവ് അവരിൽ വന്നു ചേരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവില്ല. അവർ ധൂർത്ത് നിയന്ത്രിക്കും. സേവിങ്സ് അവർ കൂട്ടും, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ തയ്യാറാകും. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ ഈ സാമ്പത്തിക അച്ചടക്കത്തിൽ നിന്ന് കിട്ടുന്ന ചില ഗുണങ്ങളാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മ നമ്മൾ അവരെ പഠിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾ നടന്നു അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവർ കണ്ടു വളരട്ടെ. അതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ നല്ല നല്ല മാസികകൾ കിട്ടും, അല്ലെങ്കിൽ നല്ല നല്ല അറിവുള്ള ലേഖനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകും, അവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുക. അതുമല്ലെങ്കിൽ അവരെ കൂട്ടി ഏതെങ്കിലും നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങളിൽ പോകും. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കണ്ടുപഠിക്കട്ടെ. നമുക്ക് വലിയ സ്ഥലങ്ങളിലൊന്നും പോകണ്ട. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കടയിൽ പോയാൽ മതി. അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും അവർ ചെറുപ്പത്തിൽ തന്നെ സമ്പാദ്യശീലം നിങ്ങൾ സൃഷ്ടിക്കണം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്തിനാണ് സമ്പാദിച്ചിട്ടെന്ന്. അവർ പുറമേ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിലും സമ്പാദിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള മാർഗം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
സമ്പാദ്യം നമുക്ക് ചെറിയ തുകയിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. ചെറിയ തുകയാണ്, അതായത് ഓരോ നെൽമണി കൂട്ടി വെക്കുമ്പോഴാണ് അത് ഒരുപാടായി വരുന്നത്. അതേപോലെയാണ് ഓരോ രൂപയും കൂട്ടി വെച്ചാൽ അത് ഒരുപാടായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.